ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യവും 30-ാമത്തെ വാക്യവും. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ തികച്ച് ക്രൂശീകരണത്തിനു വേണ്ടി തന്നെ ഏൽപ്പിക്കപ്പെടുന്ന തൊട്ടു മുൻപായിട്ട് ശിഷ്യഗണങ്ങളുമായി പറയുന്ന ചില വാക്കുകളാണ് നമ്മൾ ഇന്ന് ധ്യാന ചിന്തയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് പകൽക്കാലം എടുക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ചിന്ത, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹികമായ ഭൂമിയിലെ ജീവിതത്തിൽ ഈ 12 ശിഷ്യന്മാരെ കൂടാതെ അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നതായിട്ട് നമുക്കറിയാം. രോഗസൗഖ്യത്തിനു വേണ്ടി വന്ന ആളുകളുണ്ട്, അതുപോലെ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ വന്ന ആളുകളുണ്ട്, യേശുവിന് ഹോശാന പാടുവാൻ വന്ന ആളുകളുണ്ട്. അങ്ങനെ യേശുവിൻ്റെ കൂടെ വന്ന് അപ്പം കഴിച്ച 5000 പേര്, അങ്ങനെ പുരുഷാരൻ മാത്രം, ഇങ്ങനെ ഒത്തിരി ആളുകൾ യേശുവിൻ്റെ കൂടെ വന്ന് അപ്പം കഴിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒത്തിരി ആളുകളെ യേശുവിൻ്റെ ഐഹികമായ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ കേവലം അപ്പം കഴിച്ചപ്പോൾ മാത്രമല്ല, രോഗസൗഖ്യം ആളുകൾക്ക് ലഭിച്ചപ്പോൾ മാത്രമല്ല, എൻ്റെ പരീക്ഷകളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ കൂടെ നിന്നവർ നിങ്ങളാകും. മക്കളെ, വിശ്വസ്തത തെളിയിക്കപ്പെടുന്നത് എപ്പോഴും ട്രയൽസില്, അത് പ്രലോഭനങ്ങളിലും ടെസ്റ്റുകളിലൂടെയും തെളിയിക്കേണ്ടതാണ് വിശ്വസ്തത. യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വിശ്വസ്തന്മാരായി നിന്നു. വലയും വള്ളവും വിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ച കാലം തൊട്ട് ഇതുവരെ എൻ്റെ കൂടെ, എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ എൻ്റെ കൂടെ നിന്നു. അപ്പോൾ അവരുടെ വിശ്വസ്തത, യേശുവിനോടുള്ള വിശ്വസ്തത, സ്നേഹം എല്ലാം അവർ തെളിയിച്ചു എന്നതാണ് യേശു പറയുന്ന സാക്ഷ്യത്തിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നമുക്കറിയാം, സൗഖ്യമായ ഒരു കുരുടന്റെ മാതാപിതാക്കൾ പോലും യേശുവാണ് സൗഖ്യമെന്ന് പറയാൻ അവർക്ക് മടിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, അന്ന് യേശുവിനെ ദൈവമെന്നും യേശു സൗഖ്യദാതാവെന്നും യേശുവിനെ അംഗീകരിക്കുവാൻ ഒരാൾ തയ്യാറാകുകയും ചെയ്താൽ അവനെ ഭള്ളിഭ്രഷ്ടനാക്കും. എന്നുവെച്ചാൽ സമൂഹത്തിൽ നിന്ന്, അവരുടെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഭയം കൊണ്ട് ജന്മനാ കുരുടനായ ഒരു കുരുടന്റെ സൗഖ്യം ആ സമൂഹത്തിൽ ഏറ്റുപറയാൻ ആ മാതാപിതാക്കൾ പോലും മടിച്ച ഒരു കാലഘട്ടത്തിലാണ്, നോക്കണം, യേശുവിൻ്റെ കൂടെ പ്രൈസ് ദി ലോർഡ് എല്ലാ സമയത്തും ഇരുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഖത്തിൻ്റെ കാലത്ത് മാത്രമല്ല, നമ്മൾ നോക്കണം, ശിഷ്യന്മാർക്ക് വിശന്നു എന്ന പദം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന് അപ്പം കഴിക്കുക മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവർ വിശന്നിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ആലയക്കരം കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോഴും
പത്രോസും ഒന്നും യേശുവിനെ വിട്ടുപോയില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അനേക പ്രതിസന്ധികൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും യേശുവിനെ വിട്ടുപോകുകയല്ല. യേശുവിനോട് ചേർന്നിരിക്കുന്ന ശിഷ്യന്മാര്, അതെ, യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ സുഖകാലത്ത്, അല്ലെങ്കിൽ അപ്പം നുറുക്കി കൊടുത്തപ്പോഴും അത്ഭുതങ്ങൾ നടന്നപ്പോഴും മാത്രമല്ല, എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ പരീക്ഷകളിലും എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരുന്നു. അതേ ദൈവമക്കളെ, വിശ്വസ്തത പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലൂടെയൊക്കെയാണ് തെളിയിക്കപ്പെടുന്നത്. അതവർ തെളിയിച്ചു എന്നുള്ളതാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരെ നോക്കി പറയുന്ന സാക്ഷ്യം. മാത്രമല്ല, നിങ്ങൾ നിലനിന്നു എന്നുള്ളതും അവിടെ കേൾക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ യോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചാൽ, യോബ് ഒരു പ്രൈസ് ദി ലോർഡ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. യോബിൻ്റെ 4 സ്നേഹിതന്മാർ, 3 ഭാഗത്ത് പിന്നീടൊരു സ്നേഹിതനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യോബിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. യോബിൻ്റെ ആ പ്രതിസന്ധിയിൽ അവൻ്റെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയും ആ ഭാരം കുറെ പങ്കുവെക്കുവാനൊക്കെയാണ് യോബിൻ്റെ സ്നേഹിതന്മാർ വന്നത്. പക്ഷേങ്കിൽ പിന്നീട് യോബ് തന്നെ പറയുന്നുണ്ട്, അവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധിയിലായിരുന്നു യോബ്, പക്ഷേങ്കിൽ ആ പ്രതിസന്ധിയെ കുറച്ചും കൂടെ വലുതാക്കാൻ മാത്രമാണ് ആ സ്നേഹിതന്മാർ തയ്യാറായത്. അപ്പോൾ നോക്കണം ദൈവമക്കളെ, സ്തോത്രം, പ്രതിസന്ധികളിലാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം കഷ്ടത്തിലാകുമ്പോൾ, നാം ഭാരത്തിലാകുമ്പോൾ, വേദനയിലാകുമ്പോൾ, ദുഃഖത്തിലാകുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കൂടെ ആരുണ്ടോ അവരാണ് യഥാർത്ഥമായ നമ്മുടെ സ്നേഹിതന്മാർ. അവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിലും സമൃദ്ധിയിലും ഉല്ലാസങ്ങളിലും ഒക്കെ കൂടെ നിൽക്കുന്നവർ ഉണ്ടാകാം, ഒത്തിരി ഉണ്ടാകാം. അത് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. 5000 പുരുഷന്മാർ ആഹാരം കൊടുത്തപ്പോഴുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തൻ്റെ പ്രതിസന്ധിയിൽ 12 പേരെ മാത്രമേ കാണുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് പറഞ്ഞ വാക്ക് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാർ തങ്ങളുടെ വിശ്വസ്തത, ഹല്ലേലൂയ, തെളിയിച്ചു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട്. അപ്പോൾ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതിസന്ധിയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ കാരണം നാം ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കപ്പെടുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമുക്കും കേൾക്കുവാനിടയാകണം. നമ്മുടെ ട്രയൽസും നമ്മുടെ ടെംപ്റ്റേഷൻസും ഒക്കെ നമ്മുടെ വിശ്വസ്തത തെളിയിക്കുക. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത എത്രത്തോളം അവൻ നമ്മെ ഏൽപ്പിച്ചതിലും, ഹല്ലേലൂയ, സ്തോത്രം, അവനോടുള്ള സ്നേഹത്തിലും അവനോട് കൂടെ നിൽക്കുന്നതിലും നമ്മൾ വിശ്വസ്തരാകുന്നു എന്നുള്ളത് പകൽക്കാലം ചിന്തിക്കണം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഒരു ട്രയൽസിലും ഒരു പ്രശ്നങ്ങളിലും അത് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ടതാണ്. ശിഷ്യന്മാർ, ഹല്ലേലൂയ, കടലിൻ്റെ നടുവിൽ 4-ാം യാമത്തിൽ നിലവിളിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, കര കാണാതിരിക്കുമ്പോഴും യേശു ഇറങ്ങിച്ചെല്ലുന്നതും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നാം വിശ്വസ്തന്മാരാകുവാൻ ഈ പകൽക്കാലം തയ്യാറാകും. വിശ്വസ്തന്മാർക്ക് കർത്താവ് പറയുകയാണ്, അവർക്കൊരുക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലം. 30-ാമത്തെ വാക്യമാണ്, നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ തിന്നുകുടിക്കും. അപ്പം ആ ട്രയൽസിൽ, ആ ടെംപ്റ്റേഷൻസിൽ, ആ പ്രതികൂലങ്ങളിൽ എൻ്റെ കൂടെ നിലനിന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരുക്കുന്ന എൻ്റെ രാജ്യത്തിൽ ഒരു മേശ ഒരുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ തിന്നുകുടിക്കും, അവിടെ നിങ്ങൾ പങ്കുകാരാകും. അപ്പം എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ നിന്ന വിശ്വസ്തത തെളിയിച്ച നിങ്ങൾക്ക് എൻ്റെ വിരുന്നുമേശയിലും ഞാൻ നിങ്ങൾക്ക് പങ്കാളിത്തം തരും. അടുത്തതായിട്ട് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സിംഹാസനങ്ങളിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രത്തെ 12 ന്യായം വിധിക്കുകയും ചെയ്യും.
നോക്കണം, ഇസ്രായേൽ ഗോത്രത്തെ വിധിക്കുന്ന വിധികർത്താക്കന്മാരിൽ ഒരാളായി അല്ലെങ്കിൽ സ്തോത്രം ഇവർ മാറുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നോക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ ഹല്ലേലൂയ സ്തോത്രം പരീക്ഷയിൽ നിലനിന്നവർക്ക് വിരുന്നുമേശയിലും വിധിപീഠത്തിലും പങ്കാളിത്തം കൊടുക്കുന്നു. അപ്പോൾ നോക്കട്ടെ, അവരുടെ ഉയർച്ച നമ്മൾ കാണണം. സ്തോത്രം, ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ നിലനിന്നെങ്കിൽ മാത്രമേ, വിശ്വസ്തത തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂടെ ആ കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തപ്പെടുവാനും ആ വിരുന്നുമേശയിൽ പങ്കാളിയാകുവാനും ആ വിധിപീഠത്തിലിരിക്കുവാനും നമുക്കിടയാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം വിശ്വസ്തത തെളിയിക്കുന്നത് എപ്പോഴും തീ എന്ന ശോധനയിലൂടെ വേണം നമ്മൾ വിശ്വസ്തത തെളിയിക്കുവാൻ. അങ്ങനെ തെളിയിക്കപ്പെട്ട് ശിഷ്യന്മാർ തെളിയിച്ചുവെങ്കിൽ അവരെ പോലെ കർത്താവ് നമ്മെ നോക്കിയും പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ഇവൻ എൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത് സ്തോത്രം, അവൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകും തോറും ഞാൻ സന്തോഷിക്കുന്നത്. തൻ്റെ കഷ്ടതയിൽ ഒരിക്കലും പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ദുഃഖിച്ചിട്ടില്ല. കാരണം ആ കഷ്ടത, യേശുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുവാൻ ഒരവസരമായിട്ട് അതിനെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരുമനാഥൻ്റെ കഷ്ടതയുടെ അല്ല കൂട്ടാളിത്തം. ഹല്ലേലൂയ. അതാ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, നമ്മൾ വേദനപ്പെടുന്നെങ്കിൽ, നമ്മൾ ദുഃഖിക്കുന്നെങ്കിൽ, നമ്മൾ ഭാരപ്പെടുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നമ്മുടെ അരുമനാഥൻ അത് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് പങ്കാളികളാണെന്ന്. യേശുവിനെ എത്രയോ പേർ തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനെ തള്ളിയില്ലേ? പ്രൈസ് ദി ലോർഡ്. അവർ കളിയാക്കി പറഞ്ഞില്ലേ, നീ പ്രവാചകനെങ്കിൽ യെരൂശലേമിൽ പോയി അത് ചെയ്യുന്നു. പ്രൈസ്. അതിൻ്റെ ജീവകാലത്ത് ഒരിക്കലും തൻ്റെ സഹോദരന്മാർ തൻ്റെ കൂട്ടായിട്ട് നിന്നിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നോക്കണം, ആ ഒറ്റപ്പെട്ട ഹല്ലേലൂയ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ നമുക്കൊന്ന് കാണാം. എത്രയോ പ്രാവശ്യം തന്നെ ഒറ്റപ്പെട്ടു. സ്തോത്രം ഹല്ലേലൂയ. ഒറ്റയ്ക്ക് മലയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച കർത്താവിന് നമുക്കറിയാം. സ്തോത്രം എന്ന് പകൽക്കാലം ആരുമനാഥൻ്റെ പാദപീഠം ഹല്ലേലൂയ സ്തോത്രം പിന്തുടരുന്ന നമുക്ക് ഹല്ലേലൂയ സ്തോത്രം, അതെ ഹല്ലേലൂയ സ്തോത്രം, വി ക്യാൻ ഫോളോ ഹിസ് ഷാഡോസ്. അവൻ്റെ സ്തോത്രം ആ നിഴലിൽ നമുക്ക് പിന്തുടരാം. അവൻ്റെ നിഴലിൽ പിന്തുടരാം. ഹല്ലേലൂയ സ്തോത്രം. ആ കഷ്ടതയുടെ കൂട്ടാളിയായി വിശ്വസ്തത തെളിയിക്കുന്ന നമുക്ക് അവനോട് കൂടെ ഒരു വിരുന്നുമേശയിൽ പങ്കാളിയാകാം, വിധിപീഠത്തിൽ പങ്കാളിയാകാം. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുമ്പോൾ ഒരിക്കലും പിന്മാറുകയല്ല, പകരം വിശ്വസ്തത തെളിയിക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ശിഷ്യന്മാരോട് അങ്ങ് പറഞ്ഞതുപോലെ നിങ്ങളായിരുന്നു എൻ്റെ കഷ്ടതയിൽ ഹല്ലേലൂയ എൻ്റെ കൂടെ നിലനിന്നവർ. അതേ കർത്താവേ, അങ്ങയുടെ കഷ്ടാനുഭവങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം പങ്കാളിയാകുവാൻ തക്കവണ്ണം ചില കഷ്ടങ്ങളും ചില പ്രതികൂലങ്ങളും ചില പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ വിശ്വസ്തത തെളിയിക്കുവാൻ, അങ്ങയോട് കൂടെ നിൽക്കുവാൻ, ആ റിമൈനിങ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആളുകളിൽ ഒരാളായി ഞങ്ങൾക്കുമാകുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ നിത്യതയുണ്ട്. അവിടെ എത്തിച്ചേരുവാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങയോടൊത്ത് സന്തോഷിക്കുവാൻ, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനം അതിവിദൂരമല്ല എന്നും അറിഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ. പകൽക്കാലം ജനത്തെ നിലനിർത്തണമേ. ഒരിക്കലും പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നിലനിൽക്കുന്നവരുടെ കൂട്ടത്തിൽ, കർത്താവിൻ്റെ സന്തോഷത്തിൽ എന്നും ആകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങയ്ക്ക് ഞങ്ങൾക്കായി ജിമജക്ക് സുവേശ്വരൻ തന്നെ ഉള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ജനത്തിനെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.